എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതാ 2 കറവ പശുക്കൾ എത്തിയിട്ടുണ്ട്, ഒരു എരുമക്കുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു പുൽച്ചേര പശുവാണ് കേട്ടോ. ഇത് പ്രസവിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല, തീറ്റും വെള്ളം കൂടിയൊക്കെ പക്കയാണ്, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നമ്മളതിനെ കുത്തി ചവിട്ടി അങ്ങനെ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല കേട്ടോ. നല്ലൊരു മോളാണ്. ഇത് 3ാമത്തെ പ്രസവമാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടി മൂരും കുട്ടിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. നല്ലൊരു മോളാണ് കേട്ടോ. ഒരു പാവം പശുവാണ് കേട്ടോ. കാണാനായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു പശു തന്നെയാണ്. അപ്പോൾ ഇവർക്കിത് മുന്നേ 10 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ തീറ്റ കൊടുക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അകട്ടത്തെ നീരൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അത് പിന്നെ പ്രസവിച്ചിട്ട് 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇനി 2-3 ദിവസം കൂടി കഴിയും കേട്ടോ. അത് പിന്നെ കുഴപ്പമില്ല, കാരണം നീര് വന്നാലാണ് പശുക്കൾക്ക് പാലുണ്ടാവുള്ളൂ. അതിപ്പോൾ എല്ലാ പശുക്കളിലും നോക്കുന്ന ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടുള്ള വന്നിട്ടുള്ള ഒരു പുൽച്ചേര പശുവാണ്. 3ാമത്തെ പ്രസവമാണ്, മൂരുംകുട്ടിയാണ്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. വെള്ളം കൂടിയും തീറ്റെടുക്കലൊക്കെ പക്കയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് HF ഇനത്തിൽപ്പെട്ട പശുവാണ് കേട്ടോ. ഇവൾക്ക് 5 കാമ്പുണ്ട് കേട്ടോ, പക്ഷെ 4 കാമ്പിൽ മാത്രമേ പാലുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു വലിയൊരു പശു തന്നെയാണ് കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവൾക്കുള്ളത് ഒരു പശുക്കുട്ടിയാണ്, യാതൊരുവിധ കുഴപ്പങ്ങളിലും. അതേപോലെ തന്നെ പ്രസവിച്ചിട്ട് 3 ദിവസം തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കാണാനായാലും നല്ല വൃത്തിയുള്ള പശുവാണ് കേട്ടോ. ഓവർ വലിപ്പമൊന്നുമില്ല, ഒരു സാധാരണ വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള 2 കുട്ടികൾ തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നതായിരിക്കും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 2 പശുവിൻ്റെ അകട്ടിലും നീരുണ്ട്. നീര് പോകാനായിട്ട് ഇനി ഒരാഴ്ചയും കൂടി പിടിക്കും. നമ്മൾ നീരുള്ളതിനനുസരിച്ചാണ് നമുക്ക് പാലും കിട്ടി തുടങ്ങുക കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോഴേക്കും നമുക്ക് പുല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ഇറക്കി പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീറ്റൊക്കെ തിന്നണത് കണ്ടോളൂ കേട്ടോ. ഇതാണ് പശു. നന്നായിട്ട് തീറ്റ എടുക്കുക, വെള്ളം കുടിക്കുക, ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കും. അങ്ങനെ മുക്കിക്കളയുക അല്ലെങ്കിൽ ചെരിച്ച് കളയുക, അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ഇളക്കി വെള്ളം കൊടുക്കുമ്പോൾ ഒരു വട്ടൊക്കെ വെള്ളം കറക്റ്റായിട്ട് കുടിക്കും. നമുക്കിപ്പോൾ ഓവറായിട്ട് തീറ്റ കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ, കാരണം പ്രസവിച്ചിട്ട് 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഒരു 5 ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ കറക്റ്റായിട്ട് തീറ്റയൊക്കെ നല്ല പക്കയായിട്ട് നമ്മൾ സാധാരണ പശുക്കൾക്ക് കൊടുക്കുന്ന പോലെ തീറ്റയൊക്കെ കൊടുത്തു തുടങ്ങുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ പുറത്ത് ഇപ്പോൾ 10 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ് നമ്മൾ മേടിച്ച് കൊടുത്തിട്ട് പാല് കുറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തായാലും എല്ലാ പശുക്കൾക്കും പാല് കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ തീറ്റ കൊടുക്കാതിരുന്നിട്ട് അയ്യോ എനിക്ക് പാലില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ തീറ്റ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് പാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ. പാല് കിട്ടുന്ന പശുക്കളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാല് കിട്ടിയിരിക്കും. പിന്നെ ഉള്ളത് നമുക്കൊരു എരുമക്കുട്ടിയാണ് വന്നിട്ടുള്ളത്. ഇവളൊരു 7 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പുല്ലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ.